ദൂരെ എവിടെയോ നായകൾ കൂട്ടത്തോടെ കൂവി. വഴിയിൽ മരങ്ങൾ വീഴ്ത്തിയ വലിയ നിഴലിന് മറപറ്റി അയാൾ നടന്നു. കാവിലെ ഉത്സവത്തിന് വന്നതാണ് അയാൾ. ശേഖരൻ എന്നു പേരുള്ള ഉത്സവത്തിന് തിടമ്പേറ്റാൻ പോകുന്ന ആനയുടെ ഒന്നാം പാപ്പാൻ. വേലായുധൻ ഈ നാട്ടിലെത്തുന്നത് ഇതാദ്യമായാണ്. മാനത്ത് നിലാവുദിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വെളിച്ചമെത്താത്ത റോഡിൽ ചെറുതായി ചരലുകൾ തിളങ്ങുന്നുണ്ട്. റബ്ബർ ചെരുപ്പ് മണ്ണിലുരയുന്ന താളം അവിടെ മുഴങ്ങി. മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ ഭൂമിയിലേക്ക് എത്തിനോക്കി. രാവേറെയായിരിക്കുന്നു. നേരം പോയത് അറിഞ്ഞില്ല. ഇന്നലെ ഇവിടെ എത്തിയതിന് ശേഷം ഇന്ന് സന്ധ്യ വരെ താൻ കാത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം അന്തിക്കള്ള് കുടിക്കുന്ന പതിവ് തെറ്റിക്കുവാൻ കഴിഞ്ഞില്ല. ഷാപ്പ് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പരിസരവാസികൾക്കെല്ലാം എന്തോ ഒരു നിഗൂഢത, എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് എല്ലാവരും പെരുമാറുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഒരർത്ഥത്തിൽ അത് തോന്നലല്ല, എന്തോ മറച്ചു വെച്ച് സംസാരിക്കുകയാണ് ആളുകൾ. വൈകിട്ടൊന്നും മിനുങ്ങുന്ന കാര്യം അറിയിച്ചപ്പോൾ പലരും അവജ്ഞയോടെ മിണ്ടാതിരുന്നു. ഒരു വല്ലാത്ത വീർപ്പുമുട്ടലും പരിചയക്കുറവും. അതധികമായപ്പോൾ ഞാനിപ്പോൾ വരാം, ആരോടും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അധികം സംസാരിക്കാതെ വഴിയിലേക്ക് ഇറങ്ങി നടന്നു. ആ ആ ആ രാഘവൻ അർത്ഥം വെച്ച് തലയാട്ടി. രാഘവൻ ശേഖരന്റെ രണ്ടാം പാപ്പാനാണ്, തൻ്റെ വിശ്വസ്തൻ. രാഘവൻ ആനയെ നോക്കിക്കൊള്ളൂ. ശേഖരൻ ഇതുവരെ അങ്ങനെ അനുസരണക്കേടൊന്നും കാണിച്ചിട്ടില്ല. കുടിച്ചത് കൂടുതലായി എന്ന് തോന്നുന്നു. ഇന്നലെ കഴിക്കാത്തതും കൂടെ കൂട്ടി ഇന്നങ്ങ് കുടിച്ചു. നല്ല ക്ഷീണം തോന്നിയപ്പോൾ വഴിയിലെ ചെറിയ ചായക്കടയുടെ ഭാഗമായ പനയോല കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ കുറേ നേരം ഇരുന്നത് ഓർമ്മയുണ്ട്. അവിടെ കിടന്നുറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ നേരം തിരിയുന്നില്ല. അപ്പോൾ തുടങ്ങിയ നടത്തമാണ്. നടന്നിട്ട് തീരാത്തതുപോലെ. അതോ വേഗത കുറഞ്ഞതാണോ? അയാൾ നടപ്പിന് വേഗത കൂട്ടി. റോഡിലെങ്ങും ഒരു മനുഷ്യജീവിയെയും കാണാനില്ല. എങ്ങനെ കാണാൻ? രാവേറെയായിരിക്കുന്നു. ഈ കുഗ്രാമത്തിൽ മനുഷ്യരുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. വൈകാതെ ചന്ദ്രബിംബത്തെ മേഘം വിഴുങ്ങി. ഇരുട്ടിന്റെ കനത്ത മറയിലൂടെ അയാൾ നടന്നു. അല്പമകലെ ഇരുട്ടിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി തെളിഞ്ഞണഞ്ഞു. അത്ഭുതത്തോടെ വേലായുധൻ അങ്ങോട്ടേക്ക് നോക്കി. പെരുമാൾ ബീഡിക്ക് തീ കൊളുത്തി തീപ്പെട്ടിക്കൊള്ളി ഊതിക്കെടുത്തി ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ദൂരെ നിന്നും നടന്നു വരുന്ന വേലായുധനെ വ്യക്തമായി അയാൾക്ക് കാണാം. വഴിയരികിലെ ചെത്തിയൊരുക്കിയ വലിയ പ്ലാവിന്റെ തടിയുടെ മുകളിൽ അയാൾ ഇരിക്കുകയാണ്. ബീഡിപ്പുക ആഞ്ഞൂതിക്കൊണ്ട് തലചരിച്ച് പെരുമാൾ വേലായുധന്റെ കാൽപെരുമാറ്റത്തിന് കാതോർത്തു. വേലായുധൻ പെരുമാളിന്റെ അരികിലെത്തി. ആ, വൈകിപ്പോയി അല്ലേ? പെരുമാൾ ചോദിച്ചു. ആരാ, മനസ്സിലായില്ല? തെല്ല അത്ഭുതത്തോടെ വേലായുധൻ ചോദിച്ചു. ചെറുചിരിയോടെ പെരുമാൾ പറഞ്ഞു. രാഘവനോട് ചോദിച്ചു, ഇങ്ങോട്ട് പോകുന്നതാണെന്നറിഞ്ഞു. വൈകിട്ട് മിനുങ്ങുന്ന സ്വഭാവം ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലേ? വേലായുധൻ ചെറുതായി ചിരിച്ചു. പെരുമാൾ പ്ലാവിൻ തടിയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. ഞാൻ പെരുമാൾ, കുറെ നേരമായി ഇവിടെ കാത്തിരിക്കുന്നു. പുതിയ ആളല്ലേ ഇവിടെ? തനിക്ക് രാത്രി വഴിതെറ്റി പോകണ്ട എന്ന് വിചാരിച്ചു. ഈ സമയവും സ്ഥലവും അത്ര നല്ലതല്ല. മാത്രമല്ല, നിങ്ങളോട് മറ്റാരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്.
അതിന് ഈ സമയമാണ് പറ്റിയതെന്ന് തോന്നി. മറ്റാരുടെയും ശല്യമില്ലല്ലോ. കേട്ടാൽ പുറംനാട്ടുകാർ വിശ്വസിക്കുവാൻ കൂട്ടാക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ പുതിയതായി എത്തിയ നിങ്ങളോടും പറയാമെന്ന് വിചാരിച്ചു. അല്ല, അതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? വേണ്ടേ? തനിക്കൊന്നും അറിയണ്ടേ? വേലായുധൻ പെരുമാളിന് നേരെ നോക്കി. അയാളുടെ കണ്ണുകൾ ചെറുതായി തിളങ്ങി. ഈ രാത്രി എൻ്റെ വരവും കാത്തിരുന്ന് പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പറയൂ, കേൾക്കാം. ഈ നാടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു. താങ്കൾ എന്താ പേര് പറഞ്ഞത്? പെരുമാൾ. ആ, പെരുമാളെ, ഞാനിവിടെ വന്നിട്ട് ഇത് 2-ാം ദിവസമാണ്. ഇതുവരെ ആരും എന്നോട് ശരിക്കും സംസാരിക്കാൻ തന്നെ തുനിഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ഞാൻ ഇന്നലെ മുതൽ ആലോചിക്കുകയാണ്. പെരുമാൾ ചുറ്റും കണ്ണോടിച്ചു. വരൂ, നമുക്ക് നടക്കാം. ഈ സ്ഥലം വേഗം മറികടക്കാം. വേലായുധൻ ചുറ്റും നോക്കി. ഇവിടെ എന്താ കുഴപ്പം? തൊട്ടപ്പുറത്ത് ശ്മശാനമാണ്. ഇത് രാത്രിയുടെ 3-ാം യാമം, ആത്മാക്കൾ ഉറക്കമുണരുന്ന നേരം. വെറുതെ എന്തിനാ നമ്മുടെ കഥ അവരെ കേൾപ്പിക്കുന്നത്? പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ സമയത്ത് ഇറങ്ങി നടക്കുന്നത് തെറ്റാണ്. മുമ്പിൽ വരുന്നത് ആത്മാവാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് വേഗം പോകാം. പെരുമാൾ മുന്നിലേക്ക് നടന്നു. ആത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ എന്തുമാത്രം കാണണമായിരുന്നു. ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ സഞ്ചരിക്കാത്ത വഴികൾ ചുരുക്കമാണ്. കേട്ടിട്ടുണ്ട് ഒരുപാട് മുത്തശ്ശി കഥകൾ. അയ്യോ. വേലായുധൻ പുച്ഛത്തിൽ ചിരിച്ചു. ഓഹോ, പെരുമാൾ തിരിഞ്ഞു നിന്നു. എങ്കിൽ ഞാൻ പറയുന്നു, പ്രേതമുണ്ട്. ആത്മാക്കൾ ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട്. വേലായുധൻ വീണ്ടും ചിരിച്ചു. വിശ്വാസമില്ലല്ലേ? പെരുമാള് കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കും? വെള്ള സാരി ഉടുത്താണോ അതോ സാധാരണ രൂപത്തിലാണോ? എങ്ങനെ? എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇരുട്ടിലേക്ക് നോക്കി നടന്നുകൊണ്ട് പെരുമാൾ പറഞ്ഞു. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അക്കാലത്ത് ഗ്രാമത്തിൽ സന്ധ്യയ്ക്ക് ശേഷം ആരും പുറത്തിറങ്ങാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതെന്താ? വേലായുധൻ പെരുമാളിനൊപ്പം നടന്നു. അതോ, സന്ധ്യയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന മകന് കൂട്ടായിട്ട് ഒരു അച്ഛൻ പോകുമായിരുന്നു. അതിനെന്തിനാ ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കുന്നത്? പെരുമാൾ തലതിരിച്ച് വേലായുധനെ നോക്കി. മകനെതിരെ നടന്നു വരുന്ന എന്തിനേയും, അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ, അച്ഛൻ അടിച്ചു താഴെ വീഴ്ത്തും. ആഹാ, അത് ആ നാട്ടിലെ ആളുകൾ കൂടി ചേർന്നാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിടിച്ചു നിർത്തി ചോദിക്കണം, എന്തിനാ ഉപദ്രവിക്കുന്നതെന്ന്. അതിന് ആത്മാവിനോടൊക്കെ ആര് ചോദിക്കാൻ? വേലായുധ, ആത്മാവ്? അതെ, അവൻ്റെ അച്ഛൻ കേൾവിയും സംസാരശേഷിയില്ലാത്ത മകന് അയാൾ കൂട്ടുപോവുകയാണ്, അരൂപിയായി. ആകാംക്ഷയോടെ വേലായുധൻ ചോദിച്ചു. എങ്ങനെയാ അയാൾ മരിച്ചത്? അപകടമായിരുന്നു. പനയുടെ മുകളിൽ നിന്ന് വീണ് മരിച്ചതാ. മരണത്തിനു മുമ്പ് അയാൾ അവസാനമായി വലിച്ച ശ്വാസത്തിന്റെ ശബ്ദം അയാളുടെ മരണശേഷം അനാഥനായ ആ ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം അവരുടെ കൊച്ചു കുടിലിനുള്ളിൽ കഴിഞ്ഞുകൂടി. അവനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ചെറിയ ചെറിയ ജോലികൾക്ക് അയാൾ അക്കരയ്ക്ക് പോയി തുടങ്ങി. പലപ്പോഴും കടത്ത് കടന്നു വരുമ്പോൾ സന്ധ്യ കഴിയും. അത്തരം ദിവസങ്ങളിൽ അവൻ കടന്നു പോകുന്നതിൻ്റെ പിറകെ ആ ശബ്ദവും പിന്തുടരും.
ഈ സമയം വിളക്കണച്ചു വെച്ച് നിശബ്ദമായി എല്ലാവരും ഇരിക്കും, ഞാൻ ഉൾപ്പെടെ. വിശ്വാസമില്ലാത്ത പലരും അവൻ്റെ പിറകെ പോയി പരീക്ഷണത്തിന് മുതിർന്നു, അടിയേറ്റു വീണു. അതോടെ ക്രമേണ ഗ്രാമം അയാളെ ഭയക്കാൻ തുടങ്ങി. മിക്ക ദിവസങ്ങളിലും ഇത് തുടർന്നുകൊണ്ടിരുന്നു. വേലായുധൻ ചുറ്റും നോക്കി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വളരെ കാലം കൂടി പട്ടണത്തിൽ നിന്നും നാട്ടിലെത്തിയ എൻ്റെ അച്ഛൻ ഈ കഥ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അതാ ചെറുക്കനുണ്ടാകുന്ന ശബ്ദമാ എന്നായിരുന്നു അച്ഛൻ്റെ പക്ഷം. സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങാൻ ശ്രമിച്ച അച്ഛനെ മുത്തശ്ശി തടഞ്ഞു. അതോടെ അച്ഛനും വാശിയായി. അവൻ വരട്ടെ, ഞാൻ തെളിയിച്ചു തരാം. അന്ന് മുത്തശ്ശിയുടെ എതിർപ്പിനെ അവഗണിച്ച് അച്ഛൻ സന്ധ്യയ്ക്ക് ശേഷം മുറ്റത്തിറങ്ങി. ഓരോരോ അന്ധവിശ്വാസങ്ങൾ. പിന്നെ ചത്തവൻ കാവിലിരിക്കുമല്ലേ. അയാളെ കാത്ത് അച്ഛൻ മുറ്റത്തിറങ്ങി നിന്നു. പെരുമാൾ പറഞ്ഞു നിർത്തി വേലായുധനെ നോക്കി. എന്നിട്ട് അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. സമാധാനം നശിച്ച മുത്തശ്ശി വിളക്കെല്ലാം അടച്ച് അച്ഛനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വാതിക്കൽ കാത്തു നിന്നു. കേറി വാ, പരീക്ഷിക്കാൻ നിൽക്കണ്ട, കേറിപ്പോരെ മോനെ, മരിച്ചു പോയവരെ പരീക്ഷിക്കരുത്, വാ. നേരം സന്ധ്യ കഴിഞ്ഞു. ഇരുട്ടു പരന്നു തുടങ്ങി. കുറേ സമയത്തിന് ശേഷം പാടത്തിനക്കരെ നിന്നും ആ ശബ്ദം കേട്ടു തുടങ്ങി. അത് അയാളുടെ വരവാണ്. അത് അടുത്തടുത്ത് വരികയാണ്. തലവഴി മൂടിയ പുതപ്പിനടിയിലൂടെ ഞാനും പുറത്തേക്ക് നോക്കിക്കിടന്നു. തുറന്നിട്ട വാതിലിലൂടെ പാടവും അതിൽ തിങ്ങി നിറഞ്ഞ കതിരുകളും എനിക്ക് കാണാം. മുത്തശ്ശി വാതിലിനുള്ളിലേക്ക് കടന്നു നിന്നു. ഇപ്പോ എനിക്ക് വ്യക്തമായി കാണാം. അല്പമകലെ വരമ്പിലൂടെ ചൂട്ടുവീശി കടന്നു പോവുകയാണ് ആ ചെറുപ്പക്കാരൻ. ഒപ്പം ആ ശബ്ദവുമുണ്ട്. അത് വീടിന്റെ അടുത്തെത്തിയതും പരിഹാസപൂർവം എൻ്റെ അച്ഛൻ്റെ ശബ്ദം മുഴങ്ങി. ഉടൻ മറുപടി വന്നു. അടുത്ത നിമിഷം കണ്ടത്തിലെ കതിരുകളെ വകഞ്ഞു മാറ്റി ചാലുപോലെ ഒരു കാറ്റ് അച്ഛനെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. അച്ഛൻ ഭയന്നു. മുത്തശ്ശി മുറ്റത്തേക്ക് പാഞ്ഞിറങ്ങി. പുതപ്പിനടിയിൽ നിന്നും പിടഞ്ഞെണീറ്റ് ഞാൻ ഉറക്ക നിലവിളിച്ചു. പൊടുന്നനെ കാറ്റ് ശമിച്ചു. കതിരുകളെ വകഞ്ഞു മാറ്റി അത് തിരികെ പോയി. ഏതാനും നിമിഷത്തെ നിശബ്ദതയ്ക്കൊടുവിൽ വീണ്ടും വരമ്പിൽ നിന്ന് വെല്ലുവിളി പോലെ ആ ശബ്ദം ഒരിക്കൽ കൂടി ഉയർന്നു. പക്ഷേ അച്ഛൻ്റെ നാവനങ്ങിയില്ല. ആ ശബ്ദം ദൂരെ അകന്നുപോയ ചൂട്ടുകറ്റയെ ലക്ഷ്യമാക്കി അകന്നകന്നുപോയി. നിന്റെ മകന്റെ നിലവിളി കേട്ടിട്ട് വെറുതെ വിട്ടു. ഇല്ലായിരുന്നെങ്കിൽ, മുത്തശ്ശി പറയുമ്പോൾ അച്ഛൻ വിളറിയ ചിരിയുമായിരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓ, അപ്പം പെരുമാൾ കണ്ടിരിക്കുന്നു ഇത്തരം കാഴ്ചകൾ. പിന്നെ എപ്പോഴാണ് ആ ശല്യം അവസാനിച്ചത്? അതെനിക്കറിയില്ല. കാലമേറെ കഴിയുന്നതിന് മുൻപ് അച്ഛൻ ഞങ്ങളെയും കൊണ്ട് നാട്ടിലേക്ക് മാറി. ഇതാണോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല. പെരുമാൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പിന്നെ മറ്റൊരു കാര്യം. പറയൂ, നല്ല രസമുണ്ട്. പെരുമാൾ ചിരിച്ചു. നിങ്ങൾ ഈ നാട്ടിൽ ആദ്യമല്ലേ? അതെ. ഇതിനു മുമ്പ് ഇവിടെ ആനയുമായി വന്നവരെല്ലാം നല്ല രീതിയിൽ മടങ്ങിപ്പോയിട്ടില്ല. അതറിയാമോ വേലായുധന്? ഈ ഗ്രാമത്തെ പിടികൂടിയിരിക്കുന്ന ശാപമാണത്. തിടമ്പേറ്റിയ ഒരു കൊമ്പനും ശാന്തമായി ഇരുന്നിട്ടില്ല. ആദ്യ ദിനം തന്നെ അലങ്കോലപ്പെട്ട ഉത്സവങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട് ഇവിടുത്തുകാരുടെ കയ്യിൽ. ഓ, ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു പോയവർ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടില്ല.
ചിലർ പോയിട്ടുമില്ല. എൻ്റെ ശേഖരൻ പിണങ്ങില്ല, ആത്മവിശ്വാസത്തോടെ വേലായുധൻ പറഞ്ഞു. പെരുമാൾ ചിരിച്ചു. കണ്ടറിയാം. വേലായുധൻ പെരുമാളിനെ ശ്രദ്ധിച്ചു നോക്കി. അത്ര കൃത്യമായിട്ട് പറയാൻ പെരുമാളിന് എന്താ ദിവ്യശക്തിയുണ്ടോ? പണ്ട് 2 ഗ്രാമക്കാർ ചേർന്ന് നടത്തിയ മനോഹരമായ ഉത്സവങ്ങൾ കണ്ടു വളർന്ന ഒരു ബാല്യം എനിക്കുമുണ്ടായിരുന്നു. ആനയേക്കാൾ തലയെടുപ്പുള്ള പാപ്പാന്മാരെ അതിശയത്തോടെയും കൗതുകത്തോടെയും നോക്കി നിന്ന ഒരു കാലം. ഉത്സവങ്ങൾക്കായി കാത്തിരുന്ന കാലം. ഈ ഗ്രാമക്കാർ ഒരു കുട്ടിക്കൊമ്പനെ ക്ഷേത്രത്തിൽ നിന്ന് അടക്കിയിരുത്തി. പതിവ് പോലെ സ്കൂളിലേക്ക് പുറപ്പെടാൻ പോകുന്ന നേരം ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്ന ഞാൻ കേട്ടത് എൻ്റെ പേര് ഉറക്കെ പറയുന്നതാണ്. പെരുമാൾ. അവർ ആനയ്ക്ക് നൽകിയത് എൻ്റെ പേര്. ചെറിയ വ്യത്യാസം മാത്രം. വലിയ പെരുമാൾ. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. എൻ്റെ പേര് ആനയ്ക്ക് നൽകിയിരിക്കുന്നു. കൂട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ വലിയ പെരുമാളും ചെറിയ പെരുമാളുമായി. കാലം കടന്നുപോയി. ഒരുപാട് സന്തോഷത്തോടെ അവൻ്റെ ഓരോ വളർച്ചയും ഞാൻ കണ്ടുകൊണ്ടിരുന്നു. സ്കൂളിൽ പോണ വഴിയിൽ അവനെ പോയി കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. കാലം കടന്നു പോയപ്പോൾ 8ാം ക്ലാസ് തോറ്റ ഞാൻ പഠനം അവസാനിപ്പിച്ചു. അവൻ്റെ പിന്നാലെ കൂടി. സ്ഥിരമായി അവനെ വിട്ടുപിരിയാത്ത ചുറ്റി നടക്കുന്ന എന്നെ മെല്ലെ പാപ്പാൻ ശ്രീധരേട്ടൻ കൂടെ കൂട്ടി. കാലം വീണ്ടും കടന്നുപോയപ്പോൾ അവൻ്റെ 2ാം പാപ്പാനാകാൻ ശ്രീധരേട്ടൻ അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നു. അവൻ എനിക്ക് കൂടപ്പുറപ്പായിരുന്നു. പെരുമാളെ എന്ന് ശ്രീധരേട്ടൻ വിളിക്കുമ്പോൾ ഞാനും അവനും ഒരുമിച്ച് വിളി കേട്ടു. എന്നെ കാണാതെ ഉറങ്ങാത്തൊരു കൂട്ടുകാരൻ. അവനായിരുന്നു വലിയ പെരുമാൾ. തിടമ്പെടുത്ത് നിലവിൽ നിന്നാൽ മറ്റാരെയും കൂസാത്ത പ്രകൃതം. തലപ്പൊക്കവും നല്ല നടയും അഴകുള്ളൊരാന. ആ, അപ്പോൾ പെരുമാൾ പാപ്പാനായിരുന്നോ? അതെ. എന്നിട്ട് തിടമ്പെടുപ്പ് മത്സരമായി മാറാൻ അധികം കാലം വേണ്ടി വന്നില്ല. കരക്കാര് പല ആനകളെയും കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. പക്ഷേ പെരുമാൾ തലയുയർത്തി തന്നെ നിന്നു. അങ്ങനെ പോകെ പോകെ ഒരാൾ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. ക്ഷേത്രത്തെയും അതിൻ്റെ നടത്തിപ്പുകാരെയും വിലക്കെടുക്കാൻ കഴിവുള്ള ഒരു പുത്തൻ പണക്കാരൻ. ഉത്സവ നടത്തിപ്പ് അയാൾ ഏറ്റെടുത്തു. അയാളുടെ ആനയെ എഴുന്നള്ളിക്കണം എന്നയാൾ ശാഠ്യം പിടിച്ചു. ഉത്സവത്തിൽ നിന്നും പെരുമാളിനെ വിലക്കുവാൻ അവർ തീരുമാനിച്ചു. പെരുമാൾ മതിയെന്ന് നാട്ടുകാരും. പെരുമാൾ മതി. വർഷങ്ങളായിട്ട് അതാണ് വഴക്കം. അവൻ്റെ അത്രയും തലപ്പൊക്കവും അനുസരണയുമുള്ള ആനയാണ്. പുറത്തുനിന്ന് പുതിയൊരു കഥാപാത്രത്തെ എഴുന്നള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആനയുണ്ടാവും, പക്ഷേ അതൊന്നും പെരുമാളിൻ്റെ ഒപ്പം വരില്ല. ഇതിനു മുമ്പ് എത്രയോ ആൾക്കാർ വന്നു, എത്രയോ ആനകളെ ഇവിടെ കൊണ്ടുവന്നു. അവർക്കൊന്നും പെരുമാളിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ രീതി മാറ്റണ്ട. പെരുമാളുടെ കാലം കഴിയട്ടെ, അപ്പോൾ ആലോചിക്കാം. അപ്പോൾ ഈ ആന മാത്രം മതിയോ? അങ്ങനെയല്ല, തിടമ്പ് പെരുമാൾ തന്നെ എടുത്താൽ മതി. അവൻ എന്നത് അവസാനിപ്പിക്കുന്നു അന്ന് നിങ്ങളുടെ ഇഷ്ടം നടക്കും. അത് മതി. പെരുമാൾ മതിയെന്ന് നാട്ടുകാരും ശാഠ്യം പിടിച്ചു. ഒടുവിൽ അയാൾ വഴങ്ങി. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അയാൾ പിൻവാങ്ങി. അങ്ങനെ അയാളുടെ അഭിപ്രായം പിൻവലിച്ചു. ഉത്സവത്തിന് കൊടിയേറി. ഒരു രാത്രി അയാൾ എന്നെ കാണാനെത്തി. പെരുമാളെ, ഈ നാട്ടുകാർക്കൊക്കെ എന്ത് ഇഷ്ടമാണ് തന്നെയും തൻ്റെ ആനയും. ഞാനിപ്പോൾ പടിക്ക് പുറത്തായി. ഇവനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. മറ്റുള്ള ആനകളെയും കാണട്ടോ ഈ നാട്ടുകാരെ.
അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാവരും ഇങ്ങനെ വാശി പിടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഇനിയിപ്പം ഞാനും സമ്മതിക്കുന്നു. അയ്യോ മുതലാളി, ഞങ്ങളൊരു മത്സരത്തിനൊന്നുമില്ല. നാട്ടുകാരുടെ ഇഷ്ടമാണ് അവർ പറഞ്ഞത്. താങ്കൾക്ക് മറ്റാനകളെ കൊണ്ടുവരാം, അതിനെ ആരും എതിർക്കില്ല. ഞാനും എൻ്റെ ഈ പെരുമാളും അവിടെ പരിസരത്ത് പോലും വരില്ല. അതുപോലെ ഓ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇത്തവണ പെരുമാൾ തന്നെ തിടമ്പെടുത്താൽ മതി. അയാൾ ചിരിച്ചു. ആ അതിങ്ങെടുക്ക്, അയാൾ ഡ്രൈവറോട് പറഞ്ഞു. കാറിൻ്റെ ഡിക്കിയിൽ നിന്നും വലിയൊരു പഴക്കുല ഡ്രൈവർ എടുത്തുകൊണ്ട് വന്നു. ദാ ഇത് നിന്റെ പെരുമാളിന് കൊടുക്ക. നീ കൊടുത്താലേ അവൻ കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കാണട്ടെ. ആ അത് പെരുമാളിന് നൽകി. അവനത് വാങ്ങി കാൽച്ചുവട്ടിൽ വെച്ചു. ആന തിന്നുന്നില്ലല്ലോ. അതവൻ്റെ ഒരു മര്യാദയാണ്. നീ കഴിച്ചോടാ കൂട്ടാ, ഞാനല്ലേ പറയണം. ആന പഴക്കൊല മുഴുവൻ വായിലേക്ക് വെച്ചു. കുറച്ചു സമയം ചവച്ചു. പിന്നെ തറയിൽ അടർന്നു വീണ എല്ലാ പഴങ്ങളും അവൻ തിരഞ്ഞു പിടിച്ചു കഴിച്ചു, ഒന്നുപോലും ബാക്കി വയ്ക്കാതെ. കാർ സ്റ്റാർട്ടായി. അയാൾ പോയി. ആഹാ, നീ എനിക്ക് ഒരെണ്ണം പോലും തന്നില്ലല്ലോടാ കൊതിയാ. വലിയ പെരുമാൾ തലകുലുക്കി. പിറ്റേന്ന് നേരം പുലർന്നു. നീ ചതിച്ചല്ലോടാ. നാട്ടുകാരുടെ അമർഷം പുരണ്ട വാക്കുകൾ. പെരുമാൾ ഓടിയെത്തി. ശാപവാക്കുകൾക്കിടയിലൂടെ അവൻ കണ്ടു. കണ്ണുകൾ കലങ്ങി, വായിലൂടെ നുരയും പതയും ഒഴുകി, ആടിയുലഞ്ഞ് അവൻ നിന്നു. വലിയ പെരുമാൾ. എന്നെ കണ്ടതും വലിയൊരു ചിഹ്നം വിളിയോടെ അവൻ ചെരിഞ്ഞു വീണു. പാപ്പാൻ ശ്രീധരേട്ടൻ തലയിൽ കൈവച്ച് മുട്ടുകുത്തിയിരുന്നു. പെരുമാളിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കൈകൊണ്ട് തന്നെ അവന് വിഷം കൊടുപ്പിച്ചു. ഞാനാണത് ചെയ്തതെന്ന് ആളുകൾ പറഞ്ഞു പരത്തി. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചെരുപ്പുകൾ തറയിലുരയുന്ന ശബ്ദം മുഴങ്ങി. വേലായുധൻ അയാളെ നോക്കി. നിശബ്ദമായി പെരുമാൾ ഇരുട്ടിലേക്ക് നടന്നു. എന്നിട്ട് ആ സംഭവത്തിന് ശേഷം ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു ഉത്സവവും ഇവിടെ നടന്നിട്ടില്ല. നടക്കാൻ സമ്മതിക്കില്ല. വേലായുധൻ തലയുയർത്തി പെരുമാളിനെ നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ആര് സമ്മതിക്കില്ല? അവൻ. ഏതവൻ? താൻ ആനമറുത എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ ഒന്നുണ്ട്. മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും ആത്മാവുണ്ട്. പെരുമാൾ മുന്നിലേക്ക് നീങ്ങി നടന്നു. വഴിയിലേക്ക് കോടമഞ്ഞ് ഇറങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ പാമ്പിനും പഴുതാരയ്ക്കും ഉറുമ്പിനും ഒക്കെ ആത്മാവുണ്ടായിരിക്കണമല്ലോ. വേലായുധൻ ഉറക്കെ ചിരിച്ചു. ആനയെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ മണ്ടൻ കഥയൊക്കെ ഞാൻ വിശ്വസിച്ച് തിരിച്ചു പോകുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? പെരുമാളെ. പെരുമാൾ നിന്നു. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആനയെ എഴുന്നള്ളിക്കാനും വേലായുധനറിയാം. വഴിയിൽ കോടമഞ്ഞ് നിറഞ്ഞു നിന്നു. അതിനുള്ളിലൂടെ അവർ വീണ്ടും നടന്നു. എന്നോ ചെരിഞ്ഞൊരാന. എന്നെ എന്ത് ചെയ്യാൻ? അവൻ വരട്ടെ. ആനമറുത മാങ്ങാത്തൊരി ആത്മാവായിട്ട് വരും. വന്നാലേ കാരക്കോലെ നിർത്തിക്കോളാം വേലായുധൻ. ആത്മാവ് പോലും.
ഇത് പറയാനാണോ താൻ എന്നെ വഴി കാത്തു നിന്നത്? കഷ്ടം. ആനമറുത. ഒന്നും മിണ്ടാതെ തല കുനിച്ച് പെരുമാൾ മുന്നിലേക്ക് നടക്കുകയാണ്. ഇടം കണ്ണിട്ട് വേലായുധൻ അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശരിക്കും താൻ ആരാ? വേലായുധൻ്റെ ഇടം കൈ ഇടുപ്പിൽ തിരികിയ രുദ്രാക്ഷപ്പിടിയുള്ള കത്തിയിൽ പരതിക്കൊണ്ടിരുന്നു. ഉത്സവം മുടക്കുവാൻ ഇയാൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. വേലായുധൻ ചിന്തിച്ചു. ദൂരെ എവിടെയോ നായ്ക്കൾ ഉറക്കെ കൂകി. നിൽക്ക്, ഒടുന്നനെ പെരുമാൾ പറഞ്ഞു. വേലായുധൻ നിന്നു. അത് വരുന്നുണ്ട്. എന്ത്? നടുക്കത്തോടെ വേലായുധൻ ചോദിച്ചു. മഞ്ഞിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പെരുമാൾ ശക്തിയായി ശ്വാസം വലിച്ചു. നോക്ക്. വേലായുധൻ തിരിഞ്ഞു നോക്കി. മൂക്കിലേക്ക് ആനച്ചൂര് ശക്തമായി അനുഭവപ്പെട്ടു. മുന്നിൽ ഇരുട്ടിൻ്റെ പുതപ്പിനടിയിൽ വെളുത്ത മേഘങ്ങൾ പരത്തിയ മങ്ങിയ വെളിച്ചത്തിൽ തെളിഞ്ഞു വരുന്ന നിഴൽ രൂപത്തിലേക്ക് വേലായുധൻ സൂക്ഷിച്ചു നോക്കി. മഞ്ഞിനുള്ളിൽ നിന്നും അത് വ്യക്തമായി വരുന്നു. വലിയൊരു ആനയുടെ രൂപം. ഒരു മുരൾച്ച അന്തരീക്ഷത്തിൽ ഉയർന്നു. അതെന്താ പെരുമാളെ? മറുത. ചെവിക്ക് പിറകിൽ പെരുമാളിൻ്റെ ശബ്ദം മുഴങ്ങി. വേലായുധൻ വിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. പെരുമാൾ അവിടെങ്ങും ഉണ്ടായിരുന്നില്ല. പെരുമാളെ, പെരുമാളെ, പെരുമാളെ. മറുപടി ഉണ്ടായില്ല. വേലായുധനെ മഞ്ഞ് മൂടിക്കൊണ്ടിരുന്നു. തൊട്ടു മുമ്പിലേക്ക് നീണ്ടുവരുന്ന വലിയ കൊമ്പുകളുള്ള ആ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇടുപ്പിൽ നിന്നും കത്തി വലിച്ചൂരി നീട്ടിപ്പിടിച്ച് കത്തി വലിച്ചൂരി നീട്ടിപ്പിടിച്ച് വേലായുധൻ ഉറക്കെ അലറി. കുറിച്ചുന്തിയ കണ്ണുകളോടെ അയാൾ ആ രൂപത്തിനു മുന്നിൽ വിറച്ചു നിന്നു. മുന്നിൽ വലുതായിക്കൊണ്ടിരിക്കുന്ന കറുത്ത നിഴൽ മുരണ്ടുകൊണ്ടിരുന്നു. സർവശക്തിയും സംഭരിച്ച് അയാൾ ഉറക്കെ അലറി. പിന്നിലേക്ക് ഇടറി വീണു. വേലായുധൻ കണ്ണുകൾ തുറന്നു. ജ്വലിക്കുന്ന പന്തങ്ങൾക്കിടയിൽ കിതയ്ക്കുന്ന രാഘവനെ കണ്ടു. നിങ്ങളെ ഞങ്ങൾ എവിടൊക്കെ തിരക്കി? എന്തുപറ്റി വേലായുധേട്ടാ? വേലായുധൻ്റെ കണ്ണിൽ വീണ്ടും ഇരുട്ട് കയറി. ഈ രാത്രിയിൽ ആരെങ്കിലും ആ വഴിക്ക് പോകുമോ? കയർ വരിഞ്ഞ കട്ടിലിൽ കിടന്നുകൊണ്ട് ചുറ്റും നിന്നവർ പറയുന്നത് വേലായുധൻ കേട്ടു. രാഘവൻ അയാളുടെ അടുത്തിരുന്നു. കോട്ടപ്പാറയുടെ മുകളിലേക്കുള്ള വഴിയാത്. ആ വഴി ആരെങ്കിലും പോകുമോ? പകല് പോലും ആരും പോകാൻ പഠിക്കുന്ന സ്ഥലത്തെ കള്ളും കുടിച്ചു പോയിരിക്കുന്നു. ചാകാതെ വന്നത് ഭാഗ്യം. മുന്നിലേക്ക് കയറി നിന്ന് പ്രായമുള്ള ഒരാൾ ചോദിച്ചു. ഡോ, താൻ എന്തിനാ ആ വഴിക്ക് പോയത്? ഈ രാത്രി അറിയാൻ വയ്യാത്ത വഴി കൂടി പോയത് എന്തിനാന്ന്? ഈ ചെക്കൻ പറയുന്ന കേട്ട് അന്വേഷിച്ചിറങ്ങാൻ നോക്കിയത് തൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ രാവിലെ ഒരു വള്ളിക്കോട്ടയിൽ വാരാനുള്ളതേ കാണുകൊള്ളായിരുന്നു. അത്രയ്ക്ക് ആഴമുണ്ട് അവിടെ. കള്ളും കുടിച്ചു നാട്ടുകാർക്ക് പണിയുണ്ടാക്കാൻ പോയിരിക്കുന്നു. അയാൾ ദേഷ്യത്തോടെ വേലായുധനെ നോക്കി. വേലായുധൻ്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിനിടയിൽ പരതിക്കൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിന് പിന്നിൽ ഇരുട്ടിൻ്റെ മറവിൽ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന പെരുമാളിനെ അയാൾ ഒരു നോട്ടം കണ്ടു. ഈ നാട്ടുകാരൻ തന്നെയാ എന്നെ കൊല്ലാൻ നോക്കിയത്. ദാ അവനാ വഴി തെറ്റിച്ചെന്നെ അതിൻ്റെ മുകളിലെത്തിച്ചത്. അവൻ. വേലായുധൻ കൈ ചൂണ്ടിയിടത്തേക്ക് എല്ലാവരും നോക്കി. ഓ, ഞാനോ? കള്ളും കുടിച്ചിട്ട് സൂക്ഷിച്ച് സംസാരിക്കണം. അവിടെ നിന്നയാൾ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. താനല്ലടോ, തൻ്റെ പുറകെ നിൽക്കുന്നവൻ. ഡാ പെരുമാളെ, നിന്നെ തന്നെ.
പെരുമാൾ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് ഇരുട്ടിലേക്ക് മറഞ്ഞു. നീക്കടാ അവിടെ. വേലായുധൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഏയ്, അടുത്ത് നിന്ന മധ്യവയസ്കൻ അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തി. നിക്ക്. പെരുമാളാണോ തന്നെ എവിടേക്ക് കൊണ്ടുപോയത്? അതെ, വലിയ പെരുമാളിൻ്റെ പാപ്പാനാണെന്ന് പറഞ്ഞു. ഉത്സവം മുടക്കുമെന്നും പിന്മാറണമെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ, പിന്നെ അയാൾ ഒരുപാട് കഥ പറഞ്ഞു. പിന്നെ ആനമർദ്ദയെക്കുറിച്ച് പറഞ്ഞു. ജനക്കൂട്ടത്തിനിടയിൽ ചെറിയ ഇരമ്പലുണ്ടായി. പണ്ട് ചെരിഞ്ഞ അയാളുടെ ആനയുടെ ആത്മാവ് അവിടെയുണ്ടെന്ന് പറഞ്ഞു. അതിനെ താൻ കണ്ടോ? ഞാൻ കണ്ടു. ഒരു വലിയ നിഴൽ അതെൻ്റെ അടുത്തെത്തിയതായിരുന്നു. അതിൻ്റെ മുന്നിൽ എന്നെ വിട്ട് അവൻ രക്ഷപ്പെട്ടു. വേലായുധനെ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് മധ്യവയസ്കൻ പറഞ്ഞു. തനിക്ക് മുമ്പ് ഇവിടെ പലരും വന്നിട്ടുണ്ട്. പരാജയപ്പെട്ട് തിരികെ പോയിട്ടുമുണ്ട്. ഉത്സവം മുടങ്ങാതിരിക്കാൻ പരിഹാരങ്ങൾ ചെയ്ത് ഈ നാട് മുഴുവൻ തളർന്നു. ഈ കാവിലെ തേവര് പോലും പെരുമാളിൻ്റെ കൂടെ നിൽക്കൂ. ഇത്തവണയും ഞങ്ങൾ നാട്ടുകാർ തോറ്റിരിക്കുന്നു. തനിക്ക് തിരിച്ചു പോകാം. ഇല്ല, ഞാൻ പോകുന്നില്ല. നിങ്ങൾ തോൽക്കില്ല. നാളെ ശേഖരൻ തിടമ്പെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരുത്തൻ്റെ വെല്ലുവിളി ജയിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. ഉത്സവം ഭംഗിയായി നടക്കും. ഇല്ല, താൻ പോയേ പറ്റൂ. ഇല്ലെങ്കിൽ തൻ്റെ ആന നാളെ ഇടയും, തന്നെ കുത്തി വീഴ്ത്തും. മുമ്പ് വാശി പിടിച്ചവരുടെ അനുഭവം അതാണ്. വേണ്ട, പുലർച്ചെ തനിക്ക് മടങ്ങാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അവൻ പെരുമാൾ. ഞാനിപ്പോൾ കാണിച്ചു തന്നതല്ലേ അവനവിടെ നിൽക്കുന്നത്. ഇത്ര ആളുകൾ വിചാരിച്ചാൽ അവനെ പിടിക്കാൻ സാധിക്കില്ലേ? പിന്നെ എങ്ങനെ അവൻ ഉത്സവം മുടക്കുക? താനിപ്പോ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ പെരുമാൾ പണ്ട് കോട്ടപ്പാറയുടെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത ശേഷമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അവനെ നേരിൽ കണ്ടിട്ടും തനിക്ക് മനസ്സിലായില്ലല്ലോ. കയ്യിൽ ഇരുമ്പുള്ളത് കൊണ്ട് മാത്രം താനിപ്പോൾ ജീവനോടെ ഉണ്ട്. അവൻ വഴിതെറ്റിച്ച് ആ വഴി കൊണ്ടുപോയ ആരും പിന്നീട് തിരികെ വന്നിട്ടില്ല. വേലായുധന്റെ കാൽപാദത്തിലൂടെ ഒരു തരിപ്പ് അരിച്ചു കയറി. അപ്പോൾ തന്നോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത്? ഭയത്തോടെ അയാളുടെ കണ്ണുകൾ വീണ്ടും ജനക്കൂട്ടത്തിനിടയിൽ പരതി. രാഘവൻ അയാളുടെ കയ്യിൽ പരതി പിടിച്ചു. നമുക്ക് പോകാൻ ചേട്ടാ, എല്ലാവരും പറയുന്നത് കേട്ടില്ലേ? വേലായുധൻ ഭയത്തോടെ രാഘവനെ നോക്കി. വീണ്ടും ജനക്കൂട്ടത്തിനിടയിൽ കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. ഹൃദയം പടകം മുഴക്കി. ജനക്കൂട്ടം അവിടെ ഇവിടെയായി മാറി നിന്ന് അടക്കം പറഞ്ഞു. ദൂരെ കോട്ടപ്പാറയുടെ മുകളിൽ നിന്നും കുറുനരി കൂവി. രാഘവൻ ചോദിച്ചു, ശരിക്കും ഈ ആത്മാവൊക്കെ ഉണ്ടോ ചേട്ടാ? ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ചേട്ടൻ ശരിക്കും കണ്ടോ? അതോ കള്ളു കുടിച്ചപ്പോൾ തോന്നലാണോ? വേലായുധൻ വെട്ടിത്തിരിഞ്ഞ് രാഘവനെ നോക്കി. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇത്രയും കാലവും ഞാനിതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നിന്നെ കാണുന്നത് പോലെ ഞാൻ കണ്ടു. അയാൾ സംസാരിക്കുമ്പോൾ ഒരു ഗന്ധമുണ്ടായിരുന്നു, ഒരു പഴകിയ ഗന്ധം. തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന പെരുമാളിൻ്റെ മുഖം വേലായുധൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. കണ്ണുകളിലെ വന്യമായ തിളക്കവും അതിൻ്റെ ആഴവും. വേലായുധൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഉണ്ട് രാഘവ, ആത്മാവുണ്ട്. അത് നമുക്ക് ചുറ്റുമുണ്ട്. രാഘവൻ ഭയത്തോടെ ചുറ്റും നോക്കി.
വലിയ പനയിൽ തളച്ചിരിക്കുന്ന ശേഖരൻ്റെ നിഴലിനെ നോക്കിക്കൊണ്ട് വേലായുധൻ പറഞ്ഞു, നേരം വെളുക്കട്ടെ, നമുക്ക് തിരിച്ചു പോകാം. അവർക്ക് ചുറ്റും ജനങ്ങൾ കാവലിരുന്നു. നരിപ്പാറയുടെ മുകളിൽ നിന്നും കുറുനരി അപ്പോഴും കൂവിക്കൊണ്ടേയിരുന്നു.